എൻ്റെ പ്രിയപ്പെട്ട ഫാത്തിമ താലിയ, നീ മത്സരിക്കുന്ന പേരാമ്പ്രയുണ്ടല്ലോ, ആ പേരാമ്പ്രയിലായിരുന്നു ഒരു മഹാരോഗം ഈ നാട്ടിലേക്ക് കടന്നു വന്നത്. പേരാമ്പ്രയിലെ സൂപ്പി അങ്ങാടിയിലെ മൂസഹാജിയുടെ മകൻ സാബിത്ത് പനി വന്ന് മരിച്ചു. പിറ്റേ ദിവസം അനിയൻ മരിച്ചു. അതിൻ്റെ പിറ്റേ ദിവസം ഇളയുമ്മ മറിയുമ്മ മരിച്ചു. അതിൻ്റെ ദിവസം ആചാര്യ മരിച്ചു. തുടർച്ചയായി 4-5 മരണങ്ങൾ. ആ മരണങ്ങൾ ഉണ്ടായപ്പോൾ ഭയപ്പാടായി. അന്വേഷിച്ചു. അന്വേഷണം ചെന്നെത്തിയത് എവിടെയാണ്? നിപ്പ എന്ന മഹാരോഗത്തെക്കുറിച്ചുള്ള തിരിച്ചറിവിൽ. നിപ്പയെക്കുറിച്ച് നമ്മൾ അറിയുന്നത് അപ്പയാണ്. അന്ന് ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു, ഇതിനെക്കുറിച്ച് ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ നിപ്പ ഉണ്ടാകുന്നത് വവ്വാലുണ്ടായിട്ടാണ്. വവ്വാലാണ് നിപ്പ നിപ്പ ഇങ്ങനെ എല്ലാ സ്ഥലത്തും എത്തിക്കുന്നത്, അതിൻ്റെ വിതരണക്കാർ വവ്വാലാണ് ഒരു കാരണം. അപ്പോൾ ഒരു മനുഷ്യൻ ചോദിച്ചു, നിപ്പ വവ്വാലോ? എൻ്റെ അച്ഛൻ കരുണാകരൻ, ആളങ്ങൾക്ക് മനസ്സിലായില്ലേ? എൻ്റെ അച്ഛൻ കരുണാകരൻ കേരളം ഭരിച്ചിരുന്നു, അന്ന് ഈ നാട്ടിൽ വവ്വാലുണ്ടായിരുന്നു. ആന്റണി കേരളം ഭരിച്ചിരുന്നു, അന്ന് ഈ നാട്ടിൽ വവ്വാലുണ്ടായിരുന്നു. എന്തേ നിപ്പ ഇല്ലാതെ പോയി? നിപ്പ ഉണ്ടായത് വവ്വാലുണ്ടായിട്ടല്ല, എരണം കെട്ടവര് ഭരിച്ചിട്ടാ. പണ്ടത്തെ മാതിരിയല്ല, പടച്ചോൻ പാടവരമ്പത്താകൂലി. ഇന്ന് കേരളത്തിൽ നിപ്പയുണ്ട്. എരണം കെട്ട ഒരു ആരോഗ്യമന്ത്രി കേരളത്തിലുണ്ട്. നിങ്ങളുടെ അതേ ഭാഷ്യം പറയണമെന്ന് വിചാരിച്ചിട്ടല്ല, പറയിപ്പിക്കുക നിങ്ങൾ ഇല്ലേ? നിപ്പയിൽ ആദ്യം മരിച്ചത് ആരാന്നറിയ നിങ്ങൾക്ക്? സൂപ്പി അങ്ങാടിയിലെ മൂസഹാജിയുടെ മകനല്ല. നിപ്പ കണ്ടുപിടിച്ചതിന് ശേഷം ആദ്യം മരിച്ച ഒരു പെൺകുട്ടിയുണ്ട്. മറന്നോ അവളുടെ പേര്? മറന്നോ? എൻ്റെ മുമ്പിലിരിക്കുന്ന സ്ത്രീകളോട് ഇരിക്കുന്നത്, നിങ്ങൾ മറക്കാൻ പാടില്ല ആ പേര്. ഒരു മാലാഖയായിരുന്നു അവളെ, ഒരു മാലാഖ. അവളുടെ പേര് ലിനി. അഭിവാദ്യന്റെ സഖാവയെ പറഞ്ഞിരുന്നു. ഓർത്തെടുത്തല്ലോ, മനസ്സിൽ താലോലിച്ചല്ലോ ആ പേര്. ഈ കാലത്തിന്റെ ഭാഷ്യം കടമെടുത്ത് പറഞ്ഞാൽ, പേരാമ്പ്രയിലെ ആശുപത്രിയിൽ മൂസഹാജിയുടെ മക്കളെ പരിചരിക്കുമ്പോ പാവം ലിനി അറിഞ്ഞില്ല മാരകമായ രോഗം തന്നിലേക്ക് പടർന്നു കയറുകയാണെന്ന്. പറക്കമുറ്റാത്ത 2 കുട്ടികളുണ്ട് അവൾക്ക്. അതിലിളയ കുട്ടിയെ അമ്മിഞ്ഞയൂട്ടി അമ്മയെ ഏൽപ്പിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവൾക്കറിയില്ലായിരുന്നു ഇനി വീട്ടിലേക്ക് ഒരു തിരിച്ചുകയറ്റമില്ലെന്ന്. ആശുപത്രി കിടക്കയിൽ വെച്ച് അവൾ തിരിച്ചറിഞ്ഞു, ഇനി വീട്ടിലേക്കെന്നല്ല, ജീവിതത്തിലേക്ക് പോലും ഒരു തിരിച്ചുകയറ്റമില്ല. ആശുപത്രി കിടക്കയിൽ വെച്ച് കണ്ണീരിൽ കുതിർന്ന അവൾ ഒരു കത്തെഴുതി. ഞാനും നിങ്ങളും പത്രത്തിൽ ആ കത്ത് വായിച്ചു. പ്രവാസ ലോകത്തെ പ്രിയപ്പെട്ടവനെ, നമ്മൾ തമ്മിൽ ഇനി കണ്ടെന്ന് വരില്ല. മരണത്തിന്റെ കാലൊച്ച ഞാൻ ഇങ്ങനെ കേൾക്കുകയാണ്. ഒന്ന് യാത്ര പറയാൻ പോലും എനിക്ക് പറ്റിയെന്ന് വരില്ല. പക്ഷേ പറക്കമുറ്റാത്ത 2 കുട്ടികളുണ്ട് നമുക്ക്. ആ കുട്ടികളെ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണെന്ന് കണ്ണീരിന്റെ കത്തെഴുതി വെച്ച് വിട്ട പ്രിയപ്പെട്ട ലിനി. ആ കത്ത് വായിച്ച് പ്രവാസ ലോകത്തുനിന്ന് പ്രിയപ്പെട്ടവൻ പറന്നു വന്നപ്പോ കാണിച്ചു കൊടുത്തില്ല നമ്മൾ അവളെ മരിച്ചപ്പോൾ അന്ത്യചുംബനം നൽകാൻ അനുവദിച്ചില്ല. കോഴിക്കോട് മാവൂർ റോഡ് ശ്മശാനത്തിൽ 54 ഡിഗ്രി സെൽഷ്യസിൽ കത്തിച്ചു ചാമ്പലാക്കി കളഞ്ഞു ഇല്ലേ പ്രിയപ്പെട്ടവരെ? ആ രോഗത്തില് അന്ന് 21 പേർക്ക് ആ രോഗം ഉണ്ടായത്. 19 പേര് മരിച്ചു. 21-ൽ 19, 2 പേര് ജീവിതത്തിലേക്ക് തിരിച്ചു നടന്നു. അങ്ങനെ തിരിച്ചു നടന്നവരിൽ ഒരു പെൺകുട്ടിയുടെ പേര് അജന്യ. അവൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയാണ്. മുഖപുസ്തകത്തിലൂടെ ഞാൻ പരിചയപ്പെട്ട പ്രിയപ്പെട്ട കൂട്ടുകാരി അജന്യ. 2 വർഷം മുമ്പാണ് അവളുടെ കല്യാണം കഴിഞ്ഞത്. ഒരിക്കൽ അജന്യ അച്ഛനമ്മമാരുടെ കൂടെ എൻ്റെ വീട്ടിൽ വന്നു. ആ കാലത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവൾ എന്നോട് പറഞ്ഞാൽ അറിയും, അവൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ BSc നേഴ്സിങ്ങിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നിപ്പ അവളെ ബാധിക്കുന്നത്. മരണം ഉറപ്പിച്ചു. പക്ഷേ അതിൽ നിന്ന് അവൾ തിരിച്ച് നടക്കാൻ തുടങ്ങി, രോഗം മാറാൻ തുടങ്ങി. അവളുടെ കൂടെ ആരോഗ്യശാസ്ത്രത്തെക്കുറിച്ച് പഠിക്കുന്ന നേഴ്സിംഗ് വിദ്യാർത്ഥികൾ അവളുടെ കൂട്ടുകാർ കാണാൻ വന്നില്ല, നാട്ടുകാരും കാണാൻ വന്നില്ല. അച്ഛനും അമ്മയും മാത്രം, പരിചരിക്കുന്ന ഡോക്ടർമാരും നേഴ്സുമാരും മാത്രം. ഒരു ദിവസം അവളെ പരിചരിക്കുന്ന ഡോക്ടർ പറഞ്ഞു, നാളെ നിന്നെ കാണാൻ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി ശൈലജ ടീച്ചർ വരുന്നു. അച്ഛൻ എന്നോട് പറഞ്ഞെന്താ അറിയോ? പിറ്റേ ദിവസം ഒരു മാസ്ക് പോലും അണിയാതെ, ഒരു കയ്യുറ പോലും ധരിക്കാതെ ശൈലജ ടീച്ചർ എൻ്റെ അടുത്ത് വന്ന് എന്നെ നെഞ്ചോട് ചേർത്തു പിടിച്ച് എൻ്റെ മൂർത്താവിലൊന്ന് ചുംബിച്ചപ്പോൾ ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ച് നടക്കാൻ തുടങ്ങിയായിരുന്നു. ടീച്ചറുടെ കൈപ്പിടിയിൽ നിന്ന് മെല്ലെ മാറി ഞാൻ എൻ്റെ മുറിയിലേക്ക് നടന്നു നീങ്ങുമ്പോൾ ഞാൻ മനസ്സിലൊന്ന് വിളിച്ചു, ടീച്ചറേ. എനിക്ക് തോന്നി പോരാന്ന്. ഞാൻ ഒന്നുകൂടി വിളിച്ചു, ടീച്ചർ അമ്മേ. ആതുരരംഗത്തൊരമ്മയെ പോലെ പെരുമാറി ഈ നാടാകെ ലോകമാകെ ടീച്ചർ അമ്മയെ എന്ന് വിളിച്ച പ്രിയപ്പെട്ട ശൈലജ ടീച്ചർ, 57 EMS ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ പണവും സഹായവും എല്ലാം ചെയ്തു കൊടുത്ത CIAയുടെ ആസ്ഥാന മന്ദിരമുള്ള അമേരിക്കയിലെ വാഷിംഗ്ടണിൽ നിന്ന് പുറത്തിറങ്ങുന്ന വാഷിംഗ്ടൺ പോസ്റ്റിന്റെ 1-ാം പേജിൽ കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി ശൈലജ ടീച്ചറുടെ ചിത്രം അച്ചടിച്ചു വന്നു. ലോകത്തിന് അവർ മാതൃകയായി. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട ലീഗേ,
വടകര പാർലമെന്റ് മണ്ഡലത്തിൽ അവർ മത്സരിക്കുമ്പോൾ നിങ്ങൾ വിളിച്ച പേരെന്താണ്? കോവിഡ് റാണി, നിപ്പ രാജകുമാരി അല്ലേ എന്നല്ലേ നിങ്ങൾ വിളിച്ചു പരിഹസിച്ചത്? കഴിഞ്ഞില്ല. ഇപ്പോഴും അതിന്റെ വിവാദം കെട്ടടങ്ങിയിട്ടില്ല. എന്താണ് ആ വിവാദം? അതാണ് കാഫിർ സ്ക്രീൻഷോട്ട്. കാഫിർ സ്ക്രീൻഷോട്ട് ഇപ്പോഴും വിവാദം നടക്കുക. എന്താണ് കാഫിർ? വിശുദ്ധ ഖുർആനിലെ 119 അധ്യായമാണ് സൂറത്തുൽ കാഫിറൂൻ. യാ അയ്യുൽ കാഫിറൂൻ, ഏ സത്യനിഷേധികളെ. നിങ്ങളെ എനിക്ക് കാഫിർ എന്ന് വിളിക്കാൻ പറ്റില്ല, കാരണം നിങ്ങൾ ഇസ്ലാം പഠിച്ചിട്ടില്ല. ഇസ്ലാം പഠിച്ചിട്ട് അതിനെ നിഷേധിക്കുന്നവനാണ് കാഫിർ അല്ലേ? ലാ അഅ്ബുദു മാ അഅ്ബുദു എന്നൊക്കെ പറഞ്ഞ അടുത്ത വരികളെ കുറിച്ച് ഞാൻ പറയുന്നില്ല. എൻ്റെ ദൈവങ്ങളെ നിങ്ങൾ ആരാധിക്കില്ല, നിങ്ങളുടെ ദൈവങ്ങളെ ഞാനും ആരാധിക്കില്ല. എൻ്റെ ദൈവത്തെ നിങ്ങൾ ആരാധിക്കാൻ പോകുന്നില്ല, നിങ്ങളുടെ ദൈവത്തെ ഞാനും ആരാധിക്കാൻ പോകുന്നില്ല. ഇത്രയും കഴിഞ്ഞാൽ ഏറ്റവും മനോഹരമായ ഒരു വാക്കുകൂടിയുണ്ട്, ലക്കും ദീനുക്കും വലിയ ദീൻ. നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എൻ്റെ മതം. അതിലാണ് സൂറത്തുൽ കാഫിറിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്, അതിലാണ്. എന്നാൽ നിങ്ങൾ കാഫിർ സ്ക്രീൻഷോട്ട് എന്തിനാണ്? ശൈലജ ടീച്ചർക്കെതിരെയാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ആ വടകര ഈ വടകര പാർലമെന്റ് മണ്ഡലത്തിൽ ആദ്യം ഇറങ്ങിയ ഒരു വരി ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ഒരു വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. ആ വീഡിയോയിൽ ശൈലജ ടീച്ചർ പ്രസംഗിക്കുക. എന്താ ശൈലജ ടീച്ചർ പ്രസംഗിക്കുന്നത്? 6-ാം നൂറ്റാണ്ടിൽ അറേബ്യയിലെ പണ്ഡിതന്മാർ പറഞ്ഞു, സ്ത്രീകൾ ചെകുത്താന്റെ സൃഷ്ടിയാണ്, പുരുഷന്മാർ ദൈവത്തിന്റെ സൃഷ്ടിയുമാണ്, അതുകൊണ്ട് സ്ത്രീകൾ പുരുഷന്മാരുടെ അടിമയാണ്. പ്രവാചകൻ പറഞ്ഞു. ഇതിങ്ങനെ കേട്ടപ്പോൾ എനിക്ക് പറയാലോ, നാട്ടപ്പിരാന്തിന്റെ തലേക്ക് വരും. എന്തിനാണ് ഈ ടീച്ചർ ഈ വിവരക്കേട് പറയുന്നത്? പ്രവാചകൻ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. പ്രവാചകൻ പറയാത്ത കാര്യം എന്തിന് ടീച്ചർ പറയാൻ പോയി? വീഡിയോ കണ്ടിട്ട് ഞാനിങ്ങനെ അത്ഭുതപ്പെട്ട് അന്തം വിട്ട് നിൽക്കുക. എനിക്ക് കഠിനമായ ദേഷ്യം വന്നു ടീച്ചറോട്. ആ സാധനം ആ വടകര പാർലമെന്റ് മണ്ഡലത്തിലെ സകല വീടുകളിലും പ്രചരിപ്പിച്ചു. ഞാൻ പറഞ്ഞല്ലോ, കമ്മ്യൂണിസ്റ്റുകാരനായ എനിക്ക് ടീച്ചറോട് ദേഷ്യം വന്നു. പ്രവാചകൻ പറയാത്ത കാര്യം എന്തിന് ടീച്ചർ പ്രചരിപ്പിച്ചു? കേരളത്തിലെ 2 പ്രധാനപ്പെട്ട പണ്ഡിതന്മാർ അതിനെതിരെ ലേഖനം എഴുതി. എൻ്റെ കയ്യിലുണ്ട് ലേഖനം. ഈ പ്രസംഗത്തിന്റെ കൂടെ അത് വരും, വീഡിയോ വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അതിൽ പറയുന്നത് എന്താണ്? ഒരു പ്രധാനപ്പെട്ട പണ്ഡിതൻ പറഞ്ഞു, ടീച്ചറെ, നിങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ച് വിവരമില്ലെങ്കിൽ, പ്രവാചകനെ കുറിച്ച് വിവരമില്ലെങ്കിൽ നിങ്ങൾ എന്തിനീ വിവരദോഷം പറയുന്നു? അപ്പോഴാണ് പ്രിയപ്പെട്ടവര് ആ വീഡിയോയുടെ ഫുള്ള് വന്നത്. എന്താണ്? ശ്രദ്ധിച്ചോ. 6-ാം നൂറ്റാണ്ടിൽ അറേബ്യയിലെ പണ്ഡിതന്മാർ പറഞ്ഞു, സ്ത്രീകൾ ചെകുത്താന്റെ സൃഷ്ടിയാണ്, പുരുഷന്മാർ ദൈവത്തിന്റെ സൃഷ്ടിയാണ്, അതുകൊണ്ട് സ്ത്രീകൾ പുരുഷന്മാരുടെ അടിമയാണ്. പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്. മനസ്സിലായപ്പോ നിങ്ങൾക്ക്? ആ പണ്ഡിതന്മാരോട് പ്രവാചകൻ പറയാണ്, നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്. സ്ത്രീകളും പുരുഷന്മാരും ദൈവത്തിന്റെ സൃഷ്ടികളാണ്. 2 കൂട്ടർക്കും ഇസ്ലാമിൽ തുല്യ അവകാശമാണ്, ലോകത്ത് തുല്യ അവകാശമാണ്. ഒന്നുകൂടി പറഞ്ഞു ശൈലജ ടീച്ചർ, യുദ്ധഭൂമിയിൽ വരെ സ്ത്രീകളെ കൊണ്ടുപോയ പാരമ്പര്യമുള്ള പ്രവാചകന്റെ മതമാണ് ഇസ്ലാം. ലീഗിന് സാന്ദർഭികമായി മറന്നെങ്കിൽ ഓർമ്മിക്കുകയാണ്, പ്രവാചകനോടൊപ്പം അവസാനത്തെ ഭാര്യ പ്രവാചകന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ആയിഷ യുദ്ധഭൂമിയിൽ പോയി. തിരിച്ചു വരുമ്പോ അവർ സഞ്ചരിച്ച കുതിരയുടെ കാലിന് പരിക്ക് പറ്റി, അതുകൊണ്ട് വൈകി. അംഗരക്ഷകനോടൊപ്പം വന്ന ആയിഷയെ കുറിച്ച് അവിടെ അന്ന് പലതും പറഞ്ഞു പ്രചരിപ്പിച്ചു. അന്നാണ് വിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങുന്നത്, നിങ്ങൾ കാണാത്ത കാര്യങ്ങൾ പറയാൻ പാടില്ല, അത് ഹൈബാണ്, ഒരിക്കലും പൊറുക്കാത്ത പാപമാണ്. അതുകൊണ്ടാണ് ബവാഹുദ്ദീൻ നദ്വി കേരളത്തിൽ MLA-മാർക്കും MP-മാർക്കും മന്ത്രിമാർക്കും ഭാര്യമാർക്ക് പുറമെ വെപ്പാട്ടികൾ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്, കാണാത്ത കാര്യങ്ങൾ പറയാൻ പാടില്ല, അത് ഹൈബാണ് എന്ന് ഞാൻ പറഞ്ഞത്. തുടർച്ച പറഞ്ഞത് വേറെ ഉണ്ട്, ഞാനിപ്പോൾ അതിലേക്ക് കിടക്കുന്നില്ല. മനസ്സിലായി നിങ്ങൾക്ക്? ഞങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ്, വിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ പറഞ്ഞത്. അത് കഴിഞ്ഞു. അടുത്തത് ഇറങ്ങിയത് എന്താണ്? അടുത്തത് റിപ്പോർട്ടർ ചാനലിൽ ശൈലജ ടീച്ചറുടെ ഇന്റർവ്യൂ. എന്താ ഇന്റർവ്യൂ? ശൈലജ ടീച്ചർ പറയാണ്, മുസ്ലിങ്ങളൊക്കെ തീവ്രവാദികളാ. ആ വീഡിയോ വടകരയിലെ സകല മുസ്ലിം വീടുകളിലും കയറി ഇറങ്ങി. വടകരയിൽ മാത്രമല്ല, കേരളത്തിൽ ആകെ ഇറങ്ങി. മുസ്ലിങ്ങളൊക്കെ തീവ്രവാദികളാ. ആരാ കേസ് കൊടുത്തത്? ഞങ്ങളല്ല. റിപ്പോർട്ടർ ചാനലിന്റെ നമ്മുടെ ഡോക്ടർ അരുൺകുമാർ മൊട്ടയില്ലേ, അയാൾ ആ വീഡിയോ പൂർണ്ണമായി പ്രചരിപ്പിച്ചു. എന്താ അതിൽ പറയുന്നത്? ശൈലജ ടീച്ചർ പറയുന്നത് എങ്ങനെയാണ്? മുസ്ലിങ്ങളൊക്കെ തീവ്രവാദികളാ. ആരാ പറഞ്ഞത്? മുസ്ലിങ്ങൾ തീവ്രവാദികളല്ല എന്നാ ശൈലജ ടീച്ചർ പറയുന്നത്. ഈ ഭാഗം മാത്രം കട്ട് ചെയ്ത് മുസ്ലിം ലീഗ്, കോൺഗ്രസ് നിങ്ങൾ വടകരയിലും കേരളത്തിലും ആകെ പ്രചരിപ്പിച്ചു. അരുൺകുമാർ കേസ് കൊടുത്തു, പ്രതിയെ പിടിച്ചു. പ്രതി ലീഗ് എൻ്റെ കയ്യിലുണ്ട്, പ്രതിയുടെ പേരും നാടും വീടും ഒക്കെ അതിലുണ്ട്. അടുത്തത് എന്താ ഇറക്കിയത്? അടുത്തത് മർക്കസിന്റെ ലെറ്റർ പേഡിൽ മഹാനായ കാന്തപുരം ഉസ്താദിന്റെ ലെറ്റർ പേഡിൽ കാന്തപുരം പറഞ്ഞതായിട്ട് എന്താ പറഞ്ഞത്? ഇത് ടീച്ചർ അമ്മയല്ല, ബോംബമ്മയാണ്
എന്തിനാ അങ്ങനെ പറഞ്ഞത്? കാന്തപുരം വിഭാഗത്തിന് സുന്നികളെ മറ്റുള്ളവർ വിളിക്കുന്ന ഒരു പേരുണ്ട്. എന്താ പേര്? അരിവാൾ സുന്നി. എന്താ കാരണം? എൻ്റെ ഓർമ്മ തെറ്റിയിട്ടില്ലെങ്കിൽ 80കളിൽ മഹാനായ കാന്തപുരം ഉസ്താദ് സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന സെക്രട്ടറിയോ പ്രസിഡന്റോ ആണ്. അവർ എറണാകുളത്ത് വെച്ച് ഒരു സമ്മേളനം നടത്താൻ തീരുമാനിച്ചു. ആ സമ്മേളനം നടത്താൻ പാടില്ല എന്ന് ലീഗ് തിട്ടൂരം കൊടുത്തു. കാന്തപുരം നാട്ടിലുള്ള മനുഷ്യനാ. അയാൾ പറഞ്ഞു, ലീഗ് തീരുമാനിക്കുന്നത് ലീഗിന്റെ തീരുമാനിച്ചാൽ മതി, സുന്നികളുടേത് സുന്നികൾ തീരുമാനിക്കും. ആ സമ്മേളനം നടത്തി. ലീഗ് സുന്നി വിഭാഗത്തിനെതിരായി അന്തസ് കാണിച്ച, ലീഗിന്റെ തിട്ടൂരത്തിന് വഴങ്ങാതെ മതം കൃത്യമായി പറഞ്ഞു പോയ കാന്തപുരത്തെ ഒറ്റപ്പെടുത്താൻ ശ്രമം നടത്തി. പള്ളികളിൽ ആക്രമണം ഉണ്ടായി. കാന്തപുരം വിഭാഗത്തെ പല സ്ഥലത്തും ആക്രമിച്ചു. അവരുടെ സ്ഥാപനങ്ങൾ പിടിച്ചെടുത്തു. അക്കൂട്ടത്തിൽ ഞങ്ങളുടെ സഖാക്കളുണ്ട് കാന്തപുരത്തിന്റെ കൂടെ ഇന്ന്. മണ്ണാർക്കാടുള്ള ഞങ്ങളുടെ 2 സഖാക്കൾ കൊല്ലപ്പെട്ടു. കാസർഗോഡ് ഔഫ് അബ്ദുറഹ്മാൻ കൊല്ലപ്പെട്ടു. എന്റെ നാടിനടുത്തുള്ള മലയമ്മയിൽ അബൂബക്കർ എന്ന് പറയുന്ന ഒരു AP വിഭാഗത്തിന്റെ ആളുടെ തലയിൽ കമ്പിപ്പാര കയറ്റി ലീഗ്. ആ മനുഷ്യൻ മരണവെപ്രാളത്തിൽ ചോദിച്ചു, നിങ്ങൾ എന്തിനാ എന്റെ തലയിൽ കമ്പിപ്പാര കയറ്റുന്നത്? എന്താ ലീഗ് നിങ്ങൾ പറഞ്ഞത്? ലീഗിന്റെ കൊടി കെട്ടാൻ ഒരു സമുദായത്തിന്റെ തർക്കത്തിനിടയിൽ അതേ മതത്തിൽപ്പെട്ടവന്റെ തലയിൽ കമ്പിപ്പാര കയറ്റി. അയാൾ മരിച്ചു. അവിടെ അയാളുടെ തലയിൽ കൊടി കെട്ടാൻ ഞങ്ങൾ അവരെ സഹായിച്ചിട്ടുണ്ട്. ചില സ്ഥലത്ത് ഞങ്ങൾ പേശി ബലം ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾ അടിക്കാൻ വന്നപ്പോൾ ഞങ്ങൾ പ്രതിരോധിച്ചിട്ടുണ്ട്. അന്ന് ഈ വിഭാഗത്തെ വിളിച്ച പേരാണ് അരിവാൾ സുന്നികൾ. അപ്പൊ അവരുടെ വോട്ട് പോലും കിട്ടരുത്. ആരാ കേസ് കൊടുത്ത്? ഞങ്ങളല്ല. എന്നെ കേൾക്കുന്നവർ നന്നായി മനസ്സിലാക്കിക്കോ. നിഷ്പക്ഷമതികള് മർക്കസ് പരാതി കൊടുത്തു. കേസിലെ പ്രതിയെ പിടികൂടി. ആര്? ലീഗ്. എന്റെ കയ്യിലുണ്ട് പേര്, നാടും വീടും ഊരും പേരും എല്ലാത്തിലുണ്ട്. അപ്പൊ ഇതൊക്കെ എന്തിനാ ചെയ്തത്? ശൈലജ ടീച്ചർ മുസ്ലിങ്ങൾക്കെതിരാണ് എന്ന് പറഞ്ഞാൽ മതത്തിനെതിരാണ്, കാഫിറാണ് എന്ന് പ്രഖ്യാപിക്കാൻ. അത് കഴിഞ്ഞിട്ടാണ് ഏറ്റവും വിവാദമായ വിഷയം വരുന്നത്. ഏതാണ് ഏറ്റവും വിവാദമായ വിഷയം? ഒരു പോസ്റ്റർ വന്നു. എന്താ പോസ്റ്റർ? ശൈലജ ടീച്ചർ കാഫിറാണ്, ഷാഫി ദീനിയാണ്, അതുകൊണ്ട് ദീനിയായ ഷാഫിക്ക് വോട്ട് ചെയ്യണം. ഉറപ്പല്ലേ? ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞ 2 വീഡിയോയും ഈ നോട്ടീസും ഇറക്കി എന്തിനാണ്? ശൈലജ ടീച്ചർ മതനിഷേധിയാണ്, കാഫിറാണ് എന്ന് പറയാനാണ്. അതേ ആശയം ഉൾക്കൊണ്ട് 4ാമത്തത് വന്നപ്പോ ഞങ്ങളുടെ പല ആളുകളും അത് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു കാർഡ് വരുന്നുണ്ട്, ശ്രദ്ധിക്കണം, അപകടമാണ്, ടീച്ചറെ കാഫറാക്കി നടത്താനുള്ള സമയമുണ്ട്, ഇയാള് ദീനിയാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട്, ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് ഞങ്ങളിൽ പലരും അത് പ്രചരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ 2 DYFIക്കാരെ പിടിച്ചിട്ട് ഇവര് പറയാണ് ഇവരിത് പ്രചരിപ്പിച്ചാലാണ് കുറ്റമെങ്കിൽ ഒറ്റ ചോദ്യം ഓർക്കുന്നോ? മാതാപുരത്തെ തെരുവമ്പറമ്പിലെ നബീസുവിനെ നിസ്കാരപ്പായിലിട്ട് ബലാത്സംഗം ചെയ്തു. ആരാ ബലാത്സംഗം ചെയ്തത്? DYFIക്കാരനായ ഈന്തുള്ളതിൽ ബിനു. DYFI ഒക്കെ അവിടെ നിൽക്കട്ടെ, ഹിന്ദുവാ. നിസ്കാരപ്പായിലിട്ടാ ബലാത്സംഗം ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം പള്ളി മാത്രമല്ല, അവരെവിടെ വെച്ച് നമസ്കരിക്കുക. നിങ്ങൾ കണ്ടില്ലേ, കോഴിക്കോട് പൗരത്വ ബില്ലിനെതിരെയുള്ള ഒരു യോഗത്തിനിടയിൽ മഗ്രിബ് ബാങ്ക് കൊടുത്തപ്പോ ഉമർ ഫൈസി അദ്ദേഹത്തിന്റെ തോളിലുള്ള ഒരു മുണ്ട് അവിടെ നിവർത്തി ആ സ്റ്റേജിൽ പടിഞ്ഞാറ്റ് നോക്കി മഗ്രിബ് നമസ്കരിച്ചു. കള്ളാവ് വീട്ടണ്ടെന്ന് വിചാരിച്ചു. വലിയ വിവാദാക്കിയില്ലേ ലീഗ് എല്ലാവരും? ഉമർ ഫൈസി ആളെ കാണാൻ നിസ്കരിക്കുന്നു ഇല്ലേ എന്ന് പ്രചരിപ്പിച്ചു നിങ്ങൾ. ഞാനിപ്പോ പോകുമ്പോ എനിക്ക് നമസ്കരിക്കണമെന്ന് തോന്നിയാൽ എൻ്റെ ഈ ടവ്വൽ വിരിച്ചാൽ ഇതാണ് എൻ്റെ പൂജാമുറി. നിസ്കാരപ്പായിൽ നിസ്കരിക്കാൻ ആര്? നബീസു. ആ പൂജാമുറിയിലിട്ട് ആര് ബലാത്സംഗം ചെയ്തു? ഈന്തുള്ളതിൽ ബിനു. ഹിന്ദുവാ ഇല്ലേ? ഇത് ഈ നാട് മുഴുവൻ പ്രചരിപ്പിച്ചു. ആരാ പ്രചരിപ്പിച്ചത്? 1000 പള്ളികളുടെ ഇമാം, മരിച്ചുപോയ മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. ഞാനന്ന് കോൺഗ്രസാ. കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പ്രാർത്ഥിച്ചത് എന്താണെന്നറിയോ? ഇതുപോലെ ഒരു ഗതികേട് നബീസിന് ഉണ്ടായതുപോലെ ഒരു മുസ്ലിം സ്ത്രീക്കും ഇനി ഉണ്ടാവാതെ പോകട്ടെ. 1000 പള്ളികളുടെ ഇമാം പറഞ്ഞപ്പോ കേരളത്തിലെ മുസ്ലിങ്ങൾ അത് വിശ്വസിച്ചു. ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. നബീസുവിന്റെ മാനത്തിന് 1 ലക്ഷം രൂപ ഇട്ട് നട്ടപരിഹാരം കൊടുത്തു സോണിയാഗാന്ധി കോഴിക്കോട് കടപ്പുറത്ത്. ആ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ജയിച്ചു. ആ ജയത്തിന്റെ ആഹ്ലാദത്തിൽ കല്ലാച്ചി അങ്ങാടിയിൽ വെച്ച് ഈന്തുള്ളതിൽ ബിനുവിനെ വെട്ടിക്കൊന്നു. 2 ആഴ്ച കഴിഞ്ഞപ്പോ കോഴിക്കോട് പട്ടാള പള്ളിക്കടുത്ത പ്രസ് ക്ലബിൽ പർദ്ദ ധരിച്ചൊരു സ്ത്രീ ഉച്ചക്ക് കയറി വന്നു. പത്രക്കാരി ചോദിച്ചു, നിങ്ങൾ ആരാണ്? അവർ പറഞ്ഞു, ഞാൻ തിരുവമ്പറമ്പിലെ നബീസു. ഓടിക്കൂടിയ പത്രക്കാരി. കേരളമാകെ ചർച്ച ചെയ്ത വിവാദ കഥയിലെ നായിക കൺമുമ്പില്. അവർ ചോദിച്ചു, നിങ്ങൾ എന്തേ വന്ന്? അവർ പറഞ്ഞു, എനിക്ക് ഈ ലോകത്തോട് കുറെ സത്യങ്ങൾ പറയാനുണ്ട്. എന്നെ ആരും ബലാത്സംഗം ചെയ്തിട്ടില്ല. ഞാനും ഈന്തുള്ളതിൽ ബിനുവും അയൽക്കാരായിരുന്നു. ഞങ്ങൾ തമ്മിൽ ഒരു അതിർത്തി തർക്കണ്ട്. തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ ലീഗ് വന്നിട്ട് പറഞ്ഞു, ഈ പ്രശ്നം ഞങ്ങൾ തീർത്തരാം, ഞങ്ങളൊരു നാടകം കളിക്കാൻ പോവാണ്, നിങ്ങൾ മിണ്ടരുത്, നിങ്ങളുടെ പ്രശ്നം തീരും. അങ്ങനെയാണ് എന്നെ ബലാത്സംഗം ചെയ്തു എന്ന കള്ളക്കഥ പ്രചരിപ്പിച്ചത്. ഞാൻ മിണ്ടിയില്ല.
പക്ഷേ ഇന്ന് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്താ കാരണം എന്നറിയോ? മകൻ നഷ്ടപ്പെട്ട ഒരു അമ്മയുണ്ട്. ബിനുവിന്റെ പ്രായമുള്ള ചെറുപ്പക്കാരെ കാണുമ്പോ ഓടി വന്നിട്ട് ചോദിക്കും, നീ എന്റെ മകൻ ബിനുവല്ലേ? അല്ല എന്ന് അവർ പറയുമ്പോ എന്റെ മോനെ എന്ന് വിളിച്ച് അലറി കരഞ്ഞു പോകുന്ന ബിനുവിന്റെ അമ്മയെ കണ്ട് എനിക്കിന് സഹിക്കാൻ പറ്റൂല. എന്നെ ആരും ബലാത്സംഗം ചെയ്തിട്ടില്ല. ലീഗ് ചന്ദ്രിക പത്രത്തിൽ അച്ചടിച്ചു വന്നില്ലേ, ബലാത്സംഗം കള്ളക്കഥയായിരുന്നു എന്ന്. മെഡിക്കൽ റിപ്പോർട്ട് വന്നില്ലേ, കള്ളക്കഥയായിരുന്നു എന്ന്. ആ ബിനുവിന്റെ ജീവൻ തിരിച്ചു കൊടുക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? പറ്റുമോ? ആരാ പ്രചരിപ്പിച്ചത്? 1000 പള്ളികളുടെ ഇമാം അടക്കം ലീഗ് പ്രചരിപ്പിച്ചാണ്. നിങ്ങളുടെ തെറ്റെങ്കിൽ ഓർക്കുന്നോ? കുറച്ചുകൂടി പിന്നോട്ട് വാ. 80കളിൽ നമ്പോടംകണ്ടി ഹമീദ് വധക്കേസ് പഴയ തലമുറക്ക് ഓർമ്മയുണ്ടാവും. നമ്പോടംകണ്ടി ഹമീദ് എന്ന് പറയുന്ന ലീഗിന്റെ ഒരു അനുഭാവി, ഒരു പീഡിക തൊഴിലാളി കൊല്ലപ്പെട്ടു. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ. കമ്മ്യൂണിസ്റ്റുകാരാ കൊന്നത്. കുറ്റ്യാടി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. ആ മാർച്ച് നടക്കുമ്പോ അതേ ദേശീയ പാതയിലൂടെ കണാരൻ മേപ്പയുടെ MLA ഒരു അംബാസഡർ കാറിൽ വരുന്നു. ലീഗുകാർ കല്ലെറിഞ്ഞു തകർത്തു. കണാരന്റെ തലിക്ക് പരിക്ക് പറ്റി. കൂടെയുള്ള സഖാക്കൾക്ക് നന്നായി പരിക്ക് പറ്റി. തുടർ സംഘടനമുണ്ടായി നാടാപുരത്ത് പരിസരത്തിലും. എന്റെ ഓർമ്മ തെറ്റിയിട്ടില്ലെങ്കിൽ 9ഓളം ആളുകൾ അതിൽ കൊല്ലപ്പെട്ടു. 1.5 കൊല്ലം കഴിഞ്ഞപ്പോൾ പ്രതിയെ പിടിച്ചു. ആരാ പ്രതി? ചെക്യോനാജി. ആരാ ചെക്യോനാജി? ലീഗ്. അവിടെയും കഴിഞ്ഞില്ല. കുറ്റ്യാടി പോലീസ് സ്റ്റേഷനിലേക്കുള്ള മാർച്ചില്ലേ, നമ്പോടംകണ്ടി ഹമീദ് വധക്കേസിലെ പ്രതികളെ പിടിക്കണം എന്ന് പറഞ്ഞു. അതിന്റെ മുമ്പിലുണ്ട് മൂപ്പര് സിന്ദാബാദ്. അതൊരു പ്രണയവുമായി ബന്ധപ്പെട്ട ഇനി കൊന്നോനെ ഗൾഫിലേക്ക് കടത്തി. ഓൻ കുറെ കാലം കഴിഞ്ഞ് തിരിച്ചു വന്ന് സ്മോൾ അടിച്ചപ്പോൾ ആരോടോ പറഞ്ഞതാ. മനസ്സിലായി നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞു വന്നത് ആ കാഫിറിന്റെ കഥ പറഞ്ഞവരാണ് ഈ നാട്ടിലുള്ളവർ ഇന്നും ഇല്ലേ. ഞാൻ അതിന്റെ വിശദീകരണത്തിൽ കിടക്കുന്നില്ല. എന്നിട്ടാണ് അവിടെ ഈ വടകരയിൽ ഇതൊക്കെ പറഞ്ഞ കാഫിർ. അത് മാത്രമല്ല, എന്റെ പ്രിയപ്പെട്ട ലീഗ് ഒന്നുകൂടി പറയണം. വടകര പാർലമെന്റ് മണ്ഡലത്തിൽപ്പെട്ട തലശ്ശേരി അസംബ്ലി മണ്ഡലത്തിൽ മത്സരിച്ച ഒരു മനുഷ്യരുണ്ടായിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യയിൽ. ആരാന്നറിയോ? ഷേറെ മലബാർ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്. മലബാർ സിംഹം മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് KPCCയുടെ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം. ആരായിരുന്നു അബ്ദുറഹിമാൻ സാഹിബ്? 5 നേരം കൃത്യമായി നമസ്കരിച്ചിരുന്ന അബ്ദുറഹിമാൻ സാഹിബ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷുകാർ ബെല്ലാരി ജയിലിൽ പിടിച്ചടച്ചു അബ്ദുറഹിമാൻ സാഹിബിനെ. അബ്ദുറഹിമാൻ സാഹിബ് ബെല്ലാരി ജയിലിനകത്ത് നിരാഹാരം കടന്നു. എന്തിനാ നിരാഹാരം കടന്നത്? ജയിലിൽ നിന്ന് പുറത്തു പോകാനല്ല. ജയിലിലെ യൂണിഫോം ഹാഫ് ട്രൗസറാണ്. ഒരു മുസ്ലിമിന് നമസ്കരിക്കണമെങ്കിൽ മുട്ടുമറിയണം. ഹാഫ് ട്രൗസർ ഫുൾ ട്രൗസർ ആക്കാൻ അദ്ദേഹം സമരം ചെയ്തപ്പോൾ ഈ കേരളത്തിന്റെ തെരുവീതികളിൽ അദ്ദേഹത്തിന് വേണ്ടി സമരജാഥ നയിച്ചത് KPCCയുടെ സെക്രട്ടറി ആയിരുന്ന സഖാ VMS. നമസ്കരിക്കാൻ ജയിലിനകത്ത് സമരം നടത്തിയ അബ്ദുറഹിമാൻ സാഹിബ്. അതുപോലെ തന്നെ ഹജ്ജ് ചെയ്ത അബ്ദുറഹിമാൻ സാഹിബ്, സക്കാത്ത് കൊടുത്ത അബ്ദുറഹിമാൻ സാഹിബ്, ഇസ്ലാമിന്റെ പഞ്ചകർമ്മങ്ങൾ നിർവഹിച്ച അബ്ദുറഹിമാൻ സാഹിബ്. വിശുദ്ധ റമദാൻ മാസത്തിൽ മാത്രമല്ല, ആഴ്ചയിൽ 2 ദിവസം, പിന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ച ബുധനാഴ്ച അടക്കം ആഴ്ചയിൽ 3 ദിവസം കൃത്യമായി നോമ്പ് നോറ്റിരുന്ന അബ്ദുറഹിമാൻ സാഹിബ്. മൗലാന അബുൽ കലാം ആസാദിന്റെ ഖിലാഫത്തൻ ജസീറത്തുൽ അറബ് എന്ന പുസ്തകം വായിച്ച് IAS-ന് തുല്യമായ പരീക്ഷ ബഹിഷ്കരിച്ച് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് എടുത്തു ചാടി 1945 നവംബർ 23-ന് എന്റെ നാടായ കൊടിയത്തൂരിൽ വന്ന് പ്രസംഗിച്ച് തിരിച്ചു പോകുമ്പോൾ മരിച്ചു വീണ അബ്ദുറഹിമാൻ സാഹിബ്. അന്ന് കൊടിയത്തൂരിൽ അബ്ദുറഹിമാൻ സാഹിബ് വന്നപ്പോ ലീഗ് പഴയ കാലത്ത് മുസ്ലിം സ്ത്രീകൾ ഉടുക്കുന്ന കറുത്ത തുണി കീറി കഷ്ണങ്ങളാക്കി വടിയിൽ കെട്ടി അവർ വിളിച്ച മുദ്രാവാക്യം എന്താ അറിയോ? പോഡ് പോഡ് മജ്ലിസേ, ബദ്ധശത്രു മജ്ലിസേ, 10 കോടി മുസ്ലിമിന്റെ ശത്രുവായ മജ്ലിസേ, കാഫിറാണ് നീ, കാഫിറാണ് നീ. ഇതേ അബ്ദുറഹിമാൻ സാഹിബ് തലശ്ശേരിയിൽ നിന്ന് മദിരാശി അസംബ്ലിയിലേക്ക് മത്സരിക്കുമ്പോൾ ലീഗിന്റെ സ്ഥാനാർത്ഥി സത്താർ സൊട്ടു. അയാൾ പിന്നീട് ഇന്ത്യ പാക് വിഭജനം ഉണ്ടായപ്പോൾ പാകിസ്ഥാനിൽ പോയി പാകിസ്ഥാന്റെ അംബാസഡറായി മരിച്ചുപോയി. അന്ന് തലശ്ശേരിയിൽ പ്രസംഗിക്കാൻ വന്ന അബ്ദുറഹിമാൻ സാഹിബിന്റെ കഴുത്തിൽ ചെരുപ്പുമാലയിട്ട് പീഡികയുടെ നിരപ്പളി കൊണ്ട് അടിച്ച് അദ്ദേഹത്തിന്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പി. ലീഗെ നിങ്ങളെ വിളിച്ചെന്താ അറിയോ? നീ കാഫിറാൻ. ഈ മലപ്പുറം ജില്ലയിൽ കാഫിർ വിളി കേൾക്കാത്ത എത്ര മാപ്പിള സഖാക്കളുണ്ട് ഒന്ന് പറഞ്ഞാൽ. ഒരാൾ ഒരു മുസ്ലിം സഖാവായാൽ അപ്പ പറയും കാഫിറാണ്. ഈ മലപ്പുറം ജില്ലയിൽ കമ്മ്യൂണിസ്റ്റുകാരെ മാത്രമല്ല, ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ കാഫിർ വിളി കേട്ട മനുഷ്യൻ ആര്യാടനായിരിക്കും. ആര്യാടൻ പച്ചക പറയും ലീഗ് വർഗീയവാദിയാണ്. ആര്യാടനെ കാഫിറാക്കി. ഈ കേരളത്തിൽ KT മുഹമ്മദിന്റെ ഒരു നാടകമുണ്ട്, കാഫിർ എന്ന നാടകം. കണ്ടു നോക്കിയിട്ടുണ്ട് നിങ്ങൾ? അന്ന് പഴയ കാലത്ത് ഈ സമ്പന്ന മുതലാളിമാരുടെ വീട്ടിലുണ്ടായിരുന്ന ആളുകൾ, പണ്ഡിതന്മാരുണ്ടാവും ചിലര്, അവരെ ഉപയോഗിക്കും ഈ മുതലാളിമാർ. എന്തിനാണ്? മുതലാളിയോട് ഒരു മുസ്ലിം തൊഴിലാളി കൃത്യമായ തന്റെ കൂലി ചോദിച്ചാൽ അവനെ കാഫിറായി പ്രഖ്യാപിക്കുക. പിന്നെ കാഫിറിന് അവകാശമില്ല. അങ്ങനെ കാഫിറിന്റെ പേറ്റന്റ് എടുത്ത് ഈ നാട്ടിൽ നോക്കിയാൽ ചരിത്രം പറയുന്നത് മുസ്ലിം ലീഗിന് മാത്രം അവകാശപ്പെട്ട. നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ വേറെ ഏതെങ്കിലും പാർട്ടിക്കാർ ഇതര പാർട്ടിക്കാരെ കാഫിർ എന്ന് വിളിച്ചത്? വടകരയിലെ കാഫിർ ഇവരാണ്. ഒരു സംശയം നിങ്ങൾ വിചാരിക്കണ്ട, കാലം തെളിയിക്കാതെ പോവില്ല.